ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവക്കാഡോൻ്റെ സീസൺ ആണല്ലോ. അവക്കാഡോ സിമ്പിളായി എങ്ങനെ പഴുപ്പിച്ചെടുക്കാം എന്നൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവക്കാഡോ വാങ്ങാൻ പോകുന്ന സമയത്ത് കടകളിൽ നിന്നും മിക്ക ടൈമിലും നമുക്ക് കിട്ടുന്നത് പച്ചയായിരിക്കും. ഞാൻ ഉൾപ്പെടെ മിക്ക പേരും ഞെക്കി നോക്കിയിട്ടായിരിക്കും അവക്കാഡോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ ടിപ്പ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പേപ്പർ കവറിൽ അവക്കാഡോയും ടൊമാറ്റോയും കൂടി ഒരുമിച്ച് കെട്ടിവെക്കുക. 3 or 4 ഡേയ്സിനുള്ളിൽ അത് നല്ല സൂപ്പറായിട്ട് പഴുത്ത് കിട്ടിയിരിക്കും. ഇതുപോലെ പേപ്പറിൽ നന്നായിട്ട് മടക്കി ഭദ്രമായിട്ട് കെട്ടിവെക്കുക കേട്ടോ. 3-4 ദിവസം കൊണ്ട് ഇത് സൂപ്പറായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അവക്കാഡോയുടെ സീസൺ ടൈമിലും ചില ഷോപ്പുകളിൽ ചെന്നാൽ നല്ല പഴുത്ത അവക്കാഡോ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ അവക്കാഡോ പഴുപ്പിക്കാറ് അരിയിൽ പൊഴിച്ച് വെച്ചിട്ടായിരുന്നു. അത് 1 വീക്കിനുള്ളിൽ അവക്കാഡോ പഴുത്ത് റെഡി ആയിട്ട് കിട്ടിയിരിക്കും. അരിയിൽ പൊഴുത്തി വെച്ച് അവക്കാഡോ പഴുപ്പിക്കുന്ന രീതി കൂടുതൽ പേരും ട്രൈ ചെയ്തതായിരിക്കും. ഇനി പുതിയ ടിപ്പൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടോ, നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. അവക്കാഡോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കണ്ണിനും ദഹനത്തിനും വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. വിറ്റാമിൻ എ, സി, ഇ, കെ, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ധാരാളം മിനറൽസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത്. ഈ അവക്കാഡോ പല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഷേക്കാക്കി കുടിക്കാം, സാലഡിൽ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. ബ്രെഡ് ടോസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ബേബീസിന് ഫസ്റ്റ് ഫുഡായി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചോയ്സാണ്. ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് വിചാരിച്ച് അവക്കാഡോയുടെ കുരു കളയാതെ കഴിക്കല്ലേ.